ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലഞ്ച് സ്പെഷ്യൽ ഫുഡ് അടി വീഡിയോ ആണ്. ഇന്നത്തെ ലഞ്ചിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ തലേന്നേ അമ്മൂമ്മയോട് സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അമ്മൂമ്മ എനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് മാങ്ങ കൂട്ടാനുണ്ട് ഗൈസ്. മാങ്ങ കൂട്ടാന്ന് വെച്ചാൽ ഞാൻ മരിക്കും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാനുകളിൽ ഒരു കൂട്ടാനാണ് മാങ്ങ കൂട്ടാൻ. മാത്രമല്ല ഇത് എപ്പോഴും നമുക്ക് കിട്ടില്ലല്ലോ, മാങ്ങ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് മാങ്ങ കൂട്ടാൻ. നല്ല മാങ്ങ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചീര ഉപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, നല്ല മത്തൻ ഓലൻ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ അമ്മൂമ്മ തന്നെ കടഞ്ഞെടുത്ത തൈരുണ്ടായിരുന്നു. അത് മറ്റേ കേക്ക് പോലെ കട്ട് ചെയ്ത് വരും ഗൈസ്, അത്രയ്ക്കും അടിപൊളി തൈരാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങൾ. അപ്പം ആദ്യം ഞാൻ കുറച്ച് ചോറും ആ മാങ്ങ കൂട്ടാൻ്റെ ഗ്രേവിയും കുമ്പളങ്ങയും ബാക്കി ഉപ്പേരിയും പപ്പടവും അച്ചാറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു വായങ്ങ് വായിലിട്ടു ഗായ്സ്. ഞാൻ ലോകം മറന്നു എന്ന് വേണം പറയാൻ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ 4 പേരെ വീട്ടിലുള്ളൂ. അപ്പം 4 പേർക്ക് 4 മാങ്ങ എന്നുള്ള പ്രകാരമാണ് അമ്മൂമ്മ മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആദ്യം തന്നെ പോയി കൈയിട്ടു ഗൈസ്. കാരണം അതിലെ ഏറ്റവും വലിയ തക്കുടുമുണ്ടൻ മാങ്ങയെ തന്നെ ഞാൻ എടുത്തു. കാരണം മാങ്ങ എന്ന് വെച്ചാൽ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഗൈസ്. ഞാൻ ഇരുന്ന ഇരിപ്പിൽ 4-5 മാങ്ങയൊക്കെ കൂളായിട്ട് കഴിക്കും കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മാങ്ങ. കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങ സീസണിൽ ഞാനിങ്ങനെ കഴിച്ച് അവസാനം അമ്മ മാങ്ങ വാങ്ങാണ്ടായി ഗൈസ്. കാരണം അമ്മയ്ക്ക് പേടിയാവാൻ തുടങ്ങി എനിക്കിനി ഷുഗർ വരുമോന്ന്. കാരണം അത്രയ്ക്ക് തീറ്റയായിരുന്നു ഗൈസ്. ഇപ്രാവശ്യം പിന്നെ അമ്മ വീട്ടിലില്ലാത്ത കാരണം നമ്മളാരും കൺട്രോൾ ചെയ്യാനില്ല ഗൈസ്. ഞാൻ നല്ല ലാവിഷായിട്ട് തന്നെ കഴിക്കേണ്ടായിരുന്നു. ഏറ്റവും വലിയ വിറ്റ് എന്താന്ന് വെച്ചാൽ ഈ മാങ്ങ കൂട്ടാനും കൂട്ടി ചോറുണ്ടിട്ട് ഞാൻ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പോയി. അതിനുശേഷം വീണ്ടും ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് 2 വലിയ മാങ്ങകളെ ഞാൻ അകത്താക്കി ഗൈസ്. എന്നെ പോലെ മാങ്ങ തിന്നുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഐ ഡോണ്ട് മൈൻഡ്. നമുക്ക് വേണമെങ്കിൽ നേർക്കുനേർ ഒന്ന് മുട്ടി നോക്കിയാലോ. ഞാൻ അങ്ങനെ മാങ്ങ കൂട്ടാൻ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മൂമ്മ പറയായിരുന്നു അവരുടെ ചെറുപ്പകാലത്തില് തറവാട്ടില് ഈ മാങ്ങക്കാലമൊക്കെ ആവുമ്പോൾ കുട്ടികളെല്ലാവരും കൂടെ മറ്റേ കൊട്ടക്കണക്കിനായിരുന്നു ഡെയിലി മാങ്ങ കഴിക്കുക. മാത്രമല്ല അവർ മാങ്ങ കൂട്ടാനൊക്കെ വലിയ ഭരണിയിലാണ് ഉണ്ടാക്കി വെക്കുക. ഡെയിലി വേണ്ടത് എടുക്കുക ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാനതൊക്കെ കേട്ട് നല്ല ലാവിഷായി കഴിച്ചു ഗൈസ്. അവസാനം അണ്ടിച്ചപ്പി അണ്ണാനെ പോലെ ആയി എൻ്റെ അവസ്ഥ. ഇനിയാണ് നമ്മുടെ താരം വരുന്നത്, അമ്മൂമ്മ കടഞ്ഞെടുത്ത തൈര്. ഇത് വേറെ ലെവലാണ് ഗൈസ്. നമുക്ക് വെറുതെ ഇങ്ങനെ വാരി തിന്നോണ്ടിരിക്കാൻ തോന്നും. കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറിനും മനസ്സിനും ഒരു സന്തോഷം. അപ്പം ശരി, ചാ ചാ.